വന്ധ്യതയുടെ ചികിത്സയുടെ ഭാഗമായി ചിലവ് കുറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ചിലവ് കൂടിയ ചില ചികിത്സാ മാർഗങ്ങൾ ഉണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. കീഹോൾ സർജറി അഥവാ ലാപ്രോസ്കോപ്പി ചിലവേറിയ ഒരു ചികിത്സയാണ്. വന്ധ്യതയുടെ കാരണം തേടുന്ന പരിശോധനകളുടെ ഭാഗമായി ലാപ്രോസ്കോപ്പി ചെയ്യേണ്ടി വരാം. പോളിസിസ്റ്റിക് ഓവറി, എൻഡോമെട്രിയോസിസ് അഥവാ ചോക്ലേസിസ് ഇവയുടെ സർജറിയുടെ ഭാഗമായിട്ടും ലാപ്രോസ്കോപ്പി ചില സമയത്ത് ചെയ്യേണ്ടതായി വന്നേക്കാം. ലാപ്രോസ്കോപ്പിയുടെ ചിലവ് 50,000 മുതൽ 1,00,000 രൂപ വരെ ആയേക്കാം. IVF അഥവാ ടെസ്റ്റ് ട്യൂബ് ബേബി ട്രീറ്റ്മെൻ്റ് ആണ് ഏറ്റവും ചിലവ് കൂടിയ ചികിത്സാ മാർഗം. ഇതിൻ്റെ ചിലവ് 1,00,000 മുതൽ 2,00,000 രൂപ വരെ ആയേക്കാം. IVFൻ്റെ സക്സസ് റേറ്റ് 30% മുതൽ 50% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം വരെ IVF ചെയ്യേണ്ടതായി വന്നേക്കാം. വന്ധ്യതയുടെ ചികിത്സയുടെ ഭാഗമായ IVFനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് പല വിധത്തിലുള്ള സംശയങ്ങളുമുണ്ട്. എപ്പോഴാണ് IVF വേണ്ടി വരുന്നത്? സ്പേം കൗണ്ട് വളരെയധികം കുറവുള്ളവർക്കും ഓവറിയുടെ കപ്പാസിറ്റി അഥവാ റിസർവ് വളരെയധികം കുറവുള്ളവർക്കും IUI, ലാപ്രോസ്കോപ്പി, ഓവുലേഷൻ ട്രീറ്റ്മെൻറ്റ് ഇവ ഫെയിൽ ആയവർക്കുമാണ് സാധാരണഗതി IVF ചെയ്യേണ്ടി വരുന്നത്. എന്താണ് IVF പ്രൊസീജിയർ? അതായത് ഓവുലേഷൻ കൂടുവാനുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ട് സ്കാൻ ചെയ്ത് ഓവുലേഷന് തൊട്ട് മുമ്പുള്ള സമയം കണ്ടുപിടിച്ച് ഒരു നീഡിൽ ഓവറിയിലേക്ക് കയറ്റിയതിന് ശേഷം 3-4 ഓവത്തിനെ ശരീരത്തിൻ്റെ പുറത്തേക്ക് വലിച്ചെടുക്കും. അതിനുശേഷം ഈ ഓവത്തിനെയും സ്പേമിനെയും ഒരു ഡിഷിലോ ഒരു ടെസ്റ്റ് ട്യൂബിലോ ഇട്ട് മിക്സ് ചെയ്തിട്ട് അത് ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു. ഇൻക്യുബേറ്ററിൽ നിന്നും അത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ 2-3 എംബ്രിയോകളെ ഒരു കാനുല ഉപയോഗിച്ച് യൂട്രസിൻ്റെ അകത്തേക്ക് കയറ്റിവിടുന്നു. ഇതാണ് IVF പ്രൊസീജിയർ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ സ്പേം കൗണ്ട് വളരെ കുറവുള്ളപ്പോൾ സ്പേമിനെ ഡയറക്റ്റായി ഓവത്തിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ഇതാണ് ICSI എന്ന് പറയുന്ന പ്രൊസീജിയർ. ചില സമയങ്ങളിൽ ഓവം തീരെയില്ലാതെയോ സ്പേംസ് തീരെയില്ലാതെയോ വന്നു കഴിഞ്ഞാൽ ഡോണർ എഗ്ഗോ ഡോണർ സ്പേമോ ഉപയോഗിക്കേണ്ടി വരാം. ഇതിനെയാണ് ഡോണർ എഗ് IVF എന്നും ഡോണർ സ്പേം IVF എന്നും പറയുന്നത്. ഈ IVFനെ കുറിച്ചുള്ള പല വിധത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നതിനാൽ എല്ലാ IVF സെൻ്ററുകളിലും ഇതിൻ്റെ സംശയങ്ങൾ തീർക്കുവാൻ കൗൺസിലിംഗ് നടക്കുന്നുണ്ട്.